നമ്മൾ പതിവായി ഒരാളെ കാണുന്നു, ഒരാളുമായി പതിവായി കാര്യങ്ങൾ സംസാരിക്കുന്നു, ഇടപെടുന്നു. ആ ഒരാളോട് നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്ക് അവരോടൊരു പ്രത്യേകത ഉണ്ടാവും. ശരിക്കും ഈ ഒരു നയം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാനായി BJP ഉപയോഗിക്കുകയാണ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച 3 സീറ്റുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ വിജയം ചാത്തന്നൂരിൽ നിന്നും ജയിച്ച BB ഗോപകുമാറിന്റേതായിരുന്നു. അതിനുശേഷം കഴക്കൂട്ടത്തെ വിജയം. തുടർച്ചയായ മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള സമ്പർക്കം വലിയ രീതിയിൽ ഗോപകുമാറിന്റെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇത് BJPക്ക് നൽകിയിരിക്കുന്നത് ഒരു വലിയ പാഠമാണ്. അതായത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആ മണ്ഡലങ്ങളുടെ ചുമതല നൽകുക. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആ മണ്ഡലങ്ങളുടെ ചുമതല നൽകി അവരെ പ്രഭാരിമാരായി നിയമിച്ച് രംഗത്തിറക്കാൻ BJP തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങൾ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന BJPയുടെ പദ്ധതി നടപ്പാവുകയാണ് എങ്കിൽ 2029 നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നേക്കും എന്നത് പരിഗണിച്ച് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രഭാരിമാരെ ഇതിനോടൊപ്പം നിശ്ചയിക്കും. BJP നിശ്ചയിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ഇനി കേരളം പിടിച്ചിട്ടേ അടങ്ങിയിരിക്കൂ എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രയോജനപ്പെടുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ BJP ഒരുങ്ങുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തിയ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ പേരാണ് പ്രഭാരിയായി പരിഗണിക്കുന്നത് എന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്ത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രഭാരി ആയേക്കും. പത്തനംതിട്ടയിൽ അനൂപ് ആന്റണി, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ സന്ദീപ് വചസ്പതി, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ചാത്തന്നൂർ MLA കൂടിയായ BB ഗോപകുമാർ തുടങ്ങിയവരാണ് പരിഗണനയിലുള്ള പ്രഭാരി പേരുകൾ. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രഭാരിമാരെ നിശ്ചയിച്ചാൽ അവർ ആ മണ്ഡലത്തിൽ പൂർണ്ണസമയം പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിനാണ് തീരുമാനം. BJP നേതാക്കൾക്ക് തോൽവി സംഭവിക്കുന്നതിന്റെ ഒരു കാരണം മണ്ഡലം മാറി മാറി മത്സരിക്കുന്നതിനാലാണ് എന്ന് കോർ കമ്മിറ്റികളിൽ വിമർശനം ഉയർന്നിരുന്നു. ഇത് പരിഗണിച്ചാണ് 2029 തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാൻ ആളെ ഇറക്കുന്നത്. മണ്ഡലങ്ങൾ മാറി മാറി മത്സരിക്കുന്നതാണ് BJP നേതാക്കളുടെ പരാജയത്തിന് ഒരു കാരണമായി വിലയിരുത്തിയത്. ഈ പശ്ചാത്തലത്തിൽ മണ്ഡലം മാറാതെ പ്രവർത്തിച്ചാൽ നേട്ടമുണ്ടാകും എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതിന് മുന്നിലുള്ളത് കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലെ ജനവിധി തന്നെയാണ്. അത് പാർട്ടി അത്തരത്തിൽ കണക്ക് കൂട്ടിയിട്ടാണ് നേതൃപുനഃസംഘടനയുടെ ഭാഗമായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ സംസ്ഥാനത്തെത്തുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നത്. യുവാക്കളെയും വനിതകളെയും കൂടുതലായി പാർട്ടിയിലേക്ക് എത്തിക്കുന്നതിനായുള്ള ആലോചനകളും പുരോഗമിക്കുന്നുണ്ട്. ആറ്റിങ്ങലിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ പേരിനാണ് മുൻതൂക്കം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പ്രഭാരിയാകും. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ അത്രത്തോളം ജനസമ്മതിയുള്ള ഒരു ഇടമാണ്. അതുപോലെ ജനസമ്മതിയുള്ള അല്ലെങ്കിൽ ജനങ്ങൾ അറിയുന്ന ഒരു മണ്ഡലത്തിൽ തന്നെ തുടർന്നും പ്രവർത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ തന്നെ ഇലക്ഷന് നിൽക്കുകയാണ് എങ്കിൽ അത് കൂടുതൽ പ്രയോജനം ചെയ്യും എന്ന ചാത്തന്നൂരിലെയും കഴക്കൂട്ടത്തെയും പാഠം തന്നെയാണ് BJP ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാകുമെന്നാണ് അറിയുന്നത്. അതോടെ ചുമതല നിശ്ചയിക്കപ്പെട്ടവർ മണ്ഡലത്തിൽ പൂർണ്ണസമയം പ്രവർത്തിക്കും. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പാഠമാകാറുണ്ട്, പ്രചോദനമാകാറുണ്ട്. ഇതും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കോപ്പി ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയായാലും ശരി, ജനങ്ങളോട് ആത്മാർത്ഥതയോടെ വെറും പൂർണ്ണസമയം പ്രവർത്തിക്കുക എന്നതിലുപരി നമ്മളവിടെ ഉപയോഗിക്കുന്ന ആ സമയം അത്രയും, അല്ലെങ്കിൽ ജനങ്ങളെ കാണുന്ന ആ സമയം അത്രയും, അവരോടൊപ്പം പ്രവർത്തിക്കുന്ന സമയം അത്രയും ആത്മാർത്ഥതയോടെ ഇടപെടുമ്പോഴാണ് ജനങ്ങൾക്കും ഇവർ കൊള്ളാവുന്നവരാണ് എന്ന ആ ഒരു തോന്നൽ ഉണ്ടാവുക. അങ്ങനൊരു തോന്നൽ ചാത്തന്നൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ BB ഗോപകുമാറിന് സാധിച്ചു എന്ന് അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. BB ഗോപകുമാർ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ മാതൃക. ആ തീരുമാനം, ആ ഒരു നയം അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് BJP. എന്തായാലും ലോക്സഭ ഇങ്ങെടുക്കുക എന്നാണ് BJP ഇപ്പോൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.